അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ വിശ്വപ്രസിദ്ധമായ കിതാബു തൗഹീദ് എന്ന തുടർ പഠന ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ ബാബാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ബാബിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം തൗഹീദ് എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മമാണ്. അതിനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ, അതിനെ മറികടക്കുന്ന രൂപത്തിൽ ഒരു നന്മയുമില്ല എന്നതിനുള്ള തെളിവുകളാണ് ഓരോന്നായി നമ്മൾ വിശദീകരിച്ചത്. ഇനി നമുക്ക് ആ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഹദീസാണ് സൂചിപ്പിക്കാനുള്ളത്. ഇമാം തിർമിദി റഹ്മഹുള്ളയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇമാം തിർമിദി റഹ്മഹുള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹുഫാലുകളുടെ കൂട്ടത്തിൽ, ഹുഫാല് എന്ന് പൗരാണികരായ ആളുകൾ ഹുഫാൽ എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഹാഫിൽ എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളെയല്ല അവർ ഹാഫിൽ എന്ന് പ്രയോഗിക്കാറുള്ളത്. മറിച്ച് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കി ദീനിന്റെ വിഷയത്തിൽ അവഗാഹമുള്ള, ഹദീസിന്റെ വിഷയത്തിൽ എന്തു ചോദിച്ചാലും മറുപടി പറയാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ ഉയർന്നു വന്ന ഒരു വ്യക്തിയെയാണ് അൽ ഹാഫിൽ എന്ന് നാമകരണം ചെയ്യുക. അതല്ലാതെ ഖുർആൻ മാത്രം മനഃപ്പാഠമാക്കിയ ഒരാൾക്ക് അൽ ഹാഫിൽ എന്ന നാമകരണം പൗരാണികരായ സലഫുകളായ മുൻഗാമികൾ അങ്ങനെ ഒരു നാമം അവർക്ക് നൽകിയിരുന്നില്ല എന്നാണ്. പരിശോധിച്ചു കഴിഞ്ഞാൽ, സലഫുകളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ ആളുകളും ഹാഫിലിങ്ങളായിരുന്നു എന്നാണ്. അറിവിന്റെ വിഷയത്തിൽ ഉന്നതന്മാരായ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇമാം തിർമിദി റഹ്മഹുള്ള അദ്ദേഹം ഹാഫിലുകളുടെ കൂട്ടത്തിൽ ഒരു ഹാഫിലായിരുന്നു എന്നും, അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒരു കർത്താവും കൂടിയാണ് ഇമാം തിർമിദി റഹ്മഹുള്ള. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് ജാമിഉ അത്തിർമിദി എന്ന ഹദീസിന്റെ ഗ്രന്ഥം. ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുള്ള അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം ബാക്കി വെച്ച പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു ഇമാം തിർമിദി റഹിമഹുല്ല. അദ്ദേഹം ഒരുപാട് യാത്രകൾ, അറിവിന്റെ വിഷയത്തിൽ ഒരുപാട് യാത്രകൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഴു സമയവും അദ്ദേഹം അറിവിന് വേണ്ടിയായിരുന്നു ചെലവഴിച്ചത് എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടുന്നത് അധിക വായനകളും പഠനങ്ങളും ഒക്കെ മൂലമാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ദഹബി റഹിമഹുല്ലയെ പോലുള്ള ചരിത്രകാരന്മാർ. ഇനി ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. ഏകദേശം 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി, സേവകനായി അനുഷ്ഠിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായ ഹദീസാണ്. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന ചോദ്യം പോലും നബി ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഥിയായി വന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഥിയായി വരിക എന്നത് സഹാബാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള വിഷയമായിരുന്നു. അങ്ങനെ അതിഥിയായി വന്നു. അതിഥിയായി വന്ന ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നു എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അവർക്കേറെ സന്തോഷമുണ്ടാക്കുന്നതാണ്. നബിയാണ് നിസ്കരിക്കുന്നത്, നബിയുടെ നിസ്കാരം ബറക്കത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് സ്വഹാബികൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് ഉമ്മയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒരു പ്രാർത്ഥന അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നടത്തുന്നുണ്ട്. വീണ്ടും ആവശ്യപ്പെടും, ഒന്നുകൂടി എന്ത് ചെയ്യണം, അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, അനസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും.
ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വഅദ്ഖലഹുൽ ജന്ന. റബ്ബേ, അനസിന്റെ ധനം നീ വർദ്ധിപ്പിക്കണേ, അനസിന് മക്കളെ നീ വർദ്ധിപ്പിക്കണേ, അനസിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ എന്നായിരുന്നു പ്രാർത്ഥന. വർഷങ്ങൾ കഴിഞ്ഞ് ഈ പ്രാർത്ഥന പുലരുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഏകദേശം 100 വയസ്സോളം ജീവിച്ചിരുന്നു എന്ന്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നേരെയുള്ള മക്കളും പേരക്കുട്ടികളും എല്ലാം കൂടി 100ഓളം ആളുകളെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്നത്, ഫഇന്നി ലമിൻ അക്സരിൽ അൻസാരി മാലൻ, അൻസാറുകളുടെ കൂട്ടത്തിൽ, അൻസാരിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധനമുള്ളത് എനിക്കാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതയായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഉടനെ തന്നെ പുലരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ അവർ സമ്പാദിച്ചാലും, എത്ര പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നാലും ശരി, അവരുടെ ഹൃദയത്തിലേക്ക് ആ പണം പ്രവേശിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ധനം നമ്മുടെ കൈകളിലുണ്ട് എങ്കിൽ പോലും, അതല്ലെങ്കിൽ വളരെ തുച്ഛമായ ധനമാണ് നമ്മുടെ കൈകളിൽ ഉള്ളതെങ്കിൽ പോലും, അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ളത് എന്ന്. എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, എന്നാൽ അതൊക്കെ ഹൃദയത്തിലേക്കെടുത്ത് ആ ധനത്തെ ഏറ്റവും വലുതായി കണ്ട് അതിനുവേണ്ടി സ്വന്തം ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും സഹാബാക്കളിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ അവരുടെ ജീവിതത്തിൽ എവിടെയും നമുക്ക് അങ്ങനെയൊന്ന് കാണുവാൻ സാധിക്കുകയില്ല എന്നാണ്. അവരേറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ധനമെന്നാണ്. താബിഈ പണ്ഡിതനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം, അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു ആലോചന വരികയാണ്. ആലോചന വരുന്നത് അമീറുൽ മുഅ്മിനീൻ, അന്നത്തെ ഭരണാധികാരിയുടെ മകന്റെ ആലോചനയാണ് പണ്ഡിതനായ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ അടുക്കലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ മകൾ എന്ത് ചെയ്യണം, ഭരണാധികാരിയുടെ മകന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അദ്ദേഹം അത് നിരസിച്ചു എന്നാണ്. അദ്ദേഹം അത് അംഗീകരിച്ചു കൊടുത്തില്ല. ആളുകൾക്ക് അത്ഭുതപ്പെട്ടു. കാരണം ഭരണാധികാരിയുടെ മകന്റെ ആലോചന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു സൗഭാഗ്യമാണ്. എന്നിട്ടും സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്തുകൊണ്ട് അത് സ്വീകരിച്ചില്ല എന്നായിരുന്നു ആളുകൾക്കിടയിലുള്ള ചർച്ച. എന്നിട്ട് പിൽക്കാലത്ത് കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിക്കാണ്. ഒന്നുമില്ലാത്ത, ധനമൊന്നുമില്ലാത്ത, അത്ര ധനാഢ്യരല്ലാത്ത, കൈകളിൽ യാതൊന്നും തന്നെ ബാക്കിയില്ലാത്ത ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മകളെ അദ്ദേഹം കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഐന യുസ്ബിഹു ദീനുഹാ യൗമഇദിൻ. എന്റെ മകൾ കൊട്ടാരത്തിലേക്ക് പോകുന്നു, എന്നിട്ട് ഒരു ഭരണാധികാരിയുടെ മകന്റെ ഭാര്യയായി ജീവിക്കുന്നു. അങ്ങനൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഐന യുസ്ബിഹു ദീനുഹാ, അവളുടെ ദീൻ എവിടെയായിരിക്കും ഉണ്ടാവുക, അവളുടെ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചുകൊണ്ട് ആ ഭരണാധികാരിയുടെ മകന് സഈദ് ഇബ്നുൽ മുസയ്യിബ് കെട്ടിച്ചു കൊടുത്തില്ല എന്ന്. ഇതായിരുന്നു താബിഈങ്ങളുടെയും സഹാബാക്കളുടെയും എല്ലാം ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന്. നമ്മൾ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഹദീസ് ഏത് പേരിലാണ് അറിയപ്പെടുക? ആ ഹദീസിന് എന്ത് പേരാ പറയാം? അൽ ഹദീസു അൽ ഖുദുസി. അൽ ഹദീസുൽ ഖുദുസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിനാണ് അൽ ഹദീസു അൽ ഖുദുസി എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇബ്ന ആദം, ഓ ആദമിന്റെ മകനെ, ഓ ആദമിന്റെ മകനെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദമിന്റെ മകൻ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്ന് വിശ്വസിക്കുകയും ദീൻ ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. നീ എന്നോട് പ്രാർത്ഥിക്കുകയും നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് നിന്റെ പാപങ്ങൾ പുറത്തു തരും. അതിന് എത്രയാണെങ്കിലും ശരി ഞാൻ നിനക്ക് പുറത്തു തരാൻ തയ്യാറാണ് എന്ന്. ഇതിന് സമാനമായ ആയത്താണ് സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ, നബിയെ താങ്കൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു, എന്റെ അടിമകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു വിളിക്കുന്നത്. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന അസ്റഫു, അവർ അവരുടെ നഫ്സിനോട് അതിക്രമം ചെയ്തിട്ടുണ്ട് എന്നാണ്.
അവരുടെ സ്വന്തം നഫ്സിനോട് അതിക്രമം ചെയ്ത് ഒരുപാട് തിന്മകൾ ചെയ്ത് ഇനി രക്ഷയില്ല, ഇനി അള്ളാഹു പുറത്തു തരികയില്ല എന്ന് വിചാരിക്കുന്ന അടിമകളെയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്ന്. അതായത് അള്ളാഹു പുറത്തു തരില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന്. നിരാശ എന്നത് അത് അവിശ്വാസികളുടെ സ്വഭാവമാണ് എന്ന്. ഒരു മുസ്ലിം ഒരിക്കലും നിരാശപ്പെടേണ്ടവനല്ല. അവന്റെ ജീവിതത്തിൽ മുഴുവനും ഓരോ ചവിട്ടുകളും ഓരോ നിമിഷങ്ങളും പ്രതീക്ഷയോടായിരിക്കണം ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അള്ളാഹുവിനോട് ആ പാപം കേണപേക്ഷിച്ച് റബ്ബെ പുറത്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവന് അത് പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. തൗബ ചെയ്തവൻ ഒരു തിന്മയിൽ നിന്ന് തൗബ ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ തിന്മ ചെയ്യാത്തവനെ പോലെയാണ് എന്ന്, ആ തിന്മ അവൻ പ്രവർത്തിക്കാത്തവനെ പോലെയാണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രതീക്ഷയുണ്ടാകണം എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ഏറ്റവും നല്ലത് വിചാരിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എന്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും ഞാൻ എന്ന്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയാണെങ്കിലോ അള്ളാഹു നല്ലതാണ് നമുക്ക് തരിക. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഏതവസ്ഥയിലും, നമ്മുടെ എത്ര തന്നെ മോശപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക എന്നാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുകയാണ് യബ്ന ആദം, ഓ ആദമിന്റെ മക്കളെ, ലൗ ബലഗതു ദുനൂബുക അനാന സമ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക്. ഓ ആദമിന്റെ മക്കളെ, നിങ്ങളുടെ പാപം അത് ആകാശം മുട്ടുന്ന അത്ര, അത് ആകാശത്തിന്റെ അത്ര പാപങ്ങളാണ് നിങ്ങൾ ചെയ്തതെങ്കിലും ശരി, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന്. നിങ്ങൾ എന്നോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന്. അതായത് എത്ര പാപങ്ങൾ ചെയ്താലും അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗഫറ എന്ന പദം, ഇസ്തഗ്ഫറ എന്ന് പറയുമ്പോൾ ഗഫറ എന്ന പദമാണ് അതിന്റെ അടിസ്ഥാനം. എന്താണ് ഗഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പുറത്തു തരിക എന്നതാണ് അർത്ഥം. അതേ സമയത്ത് വേറെ അർത്ഥങ്ങൾ, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിന് വേറെ വാക്കുകളുമുണ്ട്. ഏതെങ്കിലും ഒന്ന് നമുക്ക് പറയാൻ പറ്റുമോ? റബ്ബി ഗഫിർലി, അവിടെയും ഗഫറയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗഫറ അല്ലാത്ത വേറെ ഏതെങ്കിലും? നമ്മൾ റമളാനൊക്കെ ഒരുപാട് ആവർത്തിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, പ്രത്യേകിച്ചും അവസാനത്തെ പത്തിൽ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പൊ അഫ്വ് എന്ന പദമാണ് ആ ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഗഫറ എന്ന പദമാണ്. രണ്ടിനും എന്തുണ്ട്? ഏറ്റ വ്യത്യാസമുണ്ട് എന്നാണ്. രണ്ടിലും ചില ചെറിയ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെക്കുക എന്നാണ്. സതറ എന്നാണ് അർത്ഥം. അതായത് ആ പാപത്തെ അള്ളാഹു ദുനിയാവിലും മറച്ചു വെക്കും, ആഖിറത്തിലും മറച്ചു വെക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുകയും അവനെ തൃപ്തിപ്പെടുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ആ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിനെ തുടർന്നുണ്ടാകുന്ന ശിക്ഷ, ആ ശിക്ഷയെ തൊട്ടെന്ത് ചെയ്യും? അള്ളാഹു തടയുമെന്ന്. ഇനി ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ? ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവന്റെ സ്വഹീഫത്തിൽ ആ പാപം ഉണ്ടാവുകയില്ല. അവന്റെ ഏടുകളിൽ ആ പാപം ഇല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ അവർ രേഖപ്പെടുത്തുന്നത് ഫൽ അഫു തർക്കുൻ മഹ്ലുൻ. അഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യലാണ്, ആ പാപത്തിന്റെ കുറ്റം ഒഴിവാക്കി കൊടുക്കലാണ്. എന്നാലോ വൽ മഗ്ഫിറത്തു, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹ്സാനുൻ. അതെന്താണ്? ഇഹ്സാനാണ്, നന്മയാണ്. വഫദ്ലുൻ വജൂദുൻ, കാരുണ്യവും ഔദാര്യവുമാണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ്. അതുകൊണ്ട് തന്നെ അഫുവിനേക്കാളും വലുതാണ് എന്ത്? മഗ്ഫിറത്ത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗ്ഫാർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തവണ നബി എന്ത് ചെയ്തിരുന്നു? ആവർത്തിച്ച് അള്ളാഹുവിനോട് പാപമോചനം തേടിയിരുന്നു എന്നാണ്. ഞാൻ ചില ഹദീസുകളിൽ ഞാൻ ഒരു ദിവസം 100-ലധികം, അതല്ലെങ്കിൽ ചില ഹദീസിൽ 70 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാറിനെ തേടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഇതൊക്കെ എനിക്ക് വീടി കിട്ടണം, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്ന്. എത്ര കണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് ജീവിതം എളുപ്പമായി തീരുമെന്ന്, അത്ര കണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ചെറിയ കഥ രേഖപ്പെടുത്തി വെക്കുന്നത്, അദ്ദേഹം ഒരിക്കൽ ദൂരെ നാട്ടിൽ നിന്നൊരു യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയി അദ്ദേഹം മറുനാട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ആ നാട്ടിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ ഒരു പള്ളിയുടെ വരാന്തയിൽ അദ്ദേഹം താമസിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അവിടെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ താമസിക്കാൻ സമ്മതിക്കുന്നില്ല, അദ്ദേഹത്തെ പുറത്താക്കുന്നു. ഇവർക്കാർക്കും, അദ്ദേഹത്തെ പുറത്താക്കിയ വ്യക്തിക്ക് പോലും ഞാൻ പുറത്താക്കിയത് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെയാണ് എന്ന് അറിഞ്ഞിട്ടില്ല. അന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നൊരു പണ്ഡിതനുണ്ട് എന്നവർ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. കാണാനുള്ള സൗകര്യങ്ങൾ അന്ന് വളരെ കുറവാണ്, നേരിട്ട് കാണുക എന്നല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ അദ്ദേഹം നടന്നു നീങ്ങുന്നു. ആ നടന്നു നീങ്ങുന്ന സമയത്താണ് അദ്ദേഹം ഒരു കടയുടെ അടുക്കലേക്ക് എത്തുന്നു. ആ കടയുടെ അടുക്കൽ എത്തിയ സമയത്ത് ഒരു വ്യക്തി പറയുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് താമസത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു. ആ സമയത്ത് ആ വ്യക്തി ഇങ്ങനെ ഇസ്തിഗ്ഫാർ പറയാണ്, ആവർത്തിച്ച് അദ്ദേഹം ഒരു നിമിഷം പോലും പാഴാക്കാതെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അത്ഭുതപ്പെട്ടു പോയി. അത് ഒരു മനുഷ്യന് ഒരു ദിക്ർ ഇത്ര തവണ ആവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ദിക്ർ മൂലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അങ്ങനെ അദ്ദേഹത്തോട് ഇമാം അഹ്മദ് ചോദിച്ചു എന്നാണ്, അല്ല, എന്തിനാണ് താങ്കൾ ഇസ്തിഗ്ഫാർ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? എന്താണ് താങ്കൾക്ക് ഇസ്തിഗ്ഫാർ കൊണ്ടുണ്ടായ നേട്ടം? ആ സമയത്ത് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നത്, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. എല്ലാ പ്രാർത്ഥനയും സ്വീകരിച്ചിട്ടുണ്ട്, ഒരു പ്രാർത്ഥന ഒഴികെ സ്വീകരിച്ചിട്ടില്ല എന്നാണ്. ആ സമയത്ത് ഇമാം അഹ്മദ് ചോദിച്ചു, അല്ല, ഏതാണ് ആ പ്രാർത്ഥന? ആ സമയത്ത് പറഞ്ഞു, ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ കാണാൻ അതിയായി കൊതിച്ചിട്ടുണ്ട്, അത് എനിക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ആരുള്ളത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഉള്ളത് എന്ന്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. വാഹനത്തിൽ കയറുമ്പോൾ, അതല്ലെങ്കിൽ വാഹനത്തിൽ വെറുതെ ഇരുന്ന് സഞ്ചരിക്കുന്ന സമയത്ത്, ആരുമില്ലാത്ത ഒറ്റയ്ക്കിരിക്കുന്ന വേളയിൽ, ആ സമയത്തെല്ലാം അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ്. കാരണം അതിന് മാത്രം തിന്മകളും തെറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒരുപാട് എണ്ണമറ്റ തിന്മകൾ. അതുകൊണ്ട് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുവാനും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവാനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആദമിന്റെ മക്കളെ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം. ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرة. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ ഒരുപാട് തിന്മകളുമായി വന്നു, ലോകം ഒരു ഭൂമി മൊത്തം തിന്മകളുമായി നീ എൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? നീ ശിർക്ക് ചെയ്യാത്തവനായിട്ടാണ്. ഒരു തിന്മയും ചെയ്യാത്ത, തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ ശിർക്ക് ചെയ്യാത്തവനായി നിന്നെ ഞാൻ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, നീ എത്ര തിന്മ കൊണ്ടാണോ വന്നത് അതിന് സമാനമായ നന്മകൾ എന്ത് ചെയ്യും? ഞാൻ രേഖപ്പെടുത്തുന്ന. എത്ര തിന്മകളുമായി വന്നോ അതിന് സമാനമായ നന്മ ഞാൻ നിനക്ക് രേഖപ്പെടുത്തും. പക്ഷെ ഒരു ഷർത്താണുള്ളത്. ഒരു ഷർത്ത് എന്താ? ശിർക്ക് ചെയ്യാൻ പാടില്ല. തൗഹീദ് ഉണ്ടായോ ആ തിന്മയുടെ അത്ര തന്നെ നന്മയുമായിട്ട് എന്ത് ചെയ്യും? അള്ളാഹു നമ്മുടെ അടുക്കലേക്ക് വരും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതായത് ഈ ഹദീസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സെന്ത് ചെയ്യും? അറിയാതെ ഒന്ന് സന്തോഷിക്കും. അതായത് ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠത ഉണ്ടല്ലോ, ഫദ്ൽ ഉണ്ടല്ലോ എന്ന് നമ്മൾ സന്തോഷിക്കും. എന്നാൽ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഷർത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് ഷർത്തുൻ സഖീലുൻ ഫിൽ വഅദി ബിഹുസൂലിൽ മഗ്ഫിറ. പക്ഷെ ഷർത്ത് അത് വല്ലാത്തൊരു ഷർത്തായി പോയി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്നാണ്. നമുക്ക് തോന്നുകയാണെന്ത്,
അതായത് ഷിർക്ക് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ അത് എളുപ്പമുള്ള ഷർത്തല്ലേ, നമുക്ക് നേടിയെടുക്കാൻ മാത്രമുള്ളതല്ലേ എന്ന് തോന്നുകയാണ്. ഉലമാക്കൾ പറഞ്ഞത് ഷർത്തുൻ സഖീലുൻ, അത് ഭാരിച്ച ഒരു ഷർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് എന്നാണ്. അതെന്താണ്? ഹുവസ്സലാമതു മിനശ്ശിർക്കി കസീരിഹി വഖലീലിഹി സഗീരിഹി വകബീരിഹി. വലിയ ഷിർക്ക്, ചെറിയ ഷിർക്ക്, ഇങ്ങനെ ഷിർക്കിന്റെ എല്ലാ വകഭേദങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം? അവന് മുക്തി നേടണം എന്നാണ്. അങ്ങനെ സലീമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണം. സൂറത്തു ശുഅറായിൽ പറഞ്ഞതുപോലെ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അവന്റെ മക്കളോ ധനമോ ഒന്നും ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടു കൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്നെത്തേണ്ടത് എന്നാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഫമൻ തഹഖഖ ബികലിമത്തി തൗഹീദ്, തൗഹീദ് എന്നത് എന്ത് ചെയ്യണം? തഹ്ഖീഖ് ചെയ്യണം എന്നാണ്. തൗഹീദ് ഉണ്ടായാൽ പോരാ, അത് തഹ്ഖീഖ് ചെയ്യണം. അതിന്റെ ഏറ്റവും അറ്റത്തിലേക്ക് എന്ത് ചെയ്യണം? എത്തിപ്പെടണം. അവന്റെ ഹൃദയം അങ്ങനെ അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അഖ്റജത് മിൻഹു കുല്ലമാ സിവല്ലാഹി മഹബ്ബതൻ വതഅലീമൻ വഇജ്ലാലൻ വമഹാബതൻ വഖശ്യതൻ വതവക്കുലൻ. അവൻ എന്ത് ചെയ്തു? അവന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാത്തിനെയും എടുത്തു മാറ്റി. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്, ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് അള്ളാഹുവിനെയാണ്, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെയാണ്, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. അവന്റെ ജീവിതത്തിലെ മുഴുവൻ അവലംബവും അള്ളാഹുവാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ കത്തിക്കപ്പെടുന്ന, അവന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടും. അത് കടലിലെ നുരയോളമുള്ളതാണെങ്കിലും ശരിയെന്നാണ്. പക്ഷെ എന്ത് ചെയ്യണം? അവന്റെ ഹൃദയം തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് വലാ യഹ്സുലു ഹാദാ ലിമൻ നഖസ തൗഹീദുഹു. തൗഹീദിൽ വീഴ്ചയുണ്ടോ, തൗഹീദിൽ കുറവുണ്ടോ, അവൻ എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ഒരു ശ്രേഷ്ഠതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഫഇന്ന തൗഹീദൽ ഖാലിസ അല്ലദീ ലാ യശൂബുഹു ശിർകുൻ, ഒരു ശിർക്കും കലരാത്ത തൗഹീദ്. ലാ യബ്ഖാ മഅഹു ദംബുൻ ലിഅന്നഹു യതദമ്മനു മിൻ മഹബ്ബത്തില്ലാഹ്. ഒരു ശിർക്കും കലരാത്ത ഹൃദയമാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ത് ചെയ്യും? അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. എന്നാൽ അതേ സമയത്ത് അവന്റെ എല്ലാ പ്രതീക്ഷയും പേടിയും ബഹുമാനവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അംഗീകരിച്ചു കഴിഞ്ഞു. ആ അംഗീകരിച്ച ആളുകൾക്കുള്ള ശ്രേഷ്ഠതയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സമാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടുണ്ടാകും, തൗഹീദ് സ്വീകരിച്ച ആളുകളായിരിക്കും. അവരെ കുറിച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ആ ഒരു സംഭവത്തിലാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അദ്ഫാറും മിൻ നുഹാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആകാശങ്ങളും കയറി കയറി പോവുകയാണ്. അങ്ങനെ ഒരു ആകാശത്തിന്റെ അറ്റത്തേക്ക് എത്തിയപ്പോൾ നബി പറയാണ്, ഒരു നീണ്ട നഖമുള്ള ആളുകൾ അവരെന്ത് ചെയ്യാണ്? അവരുടെ ആ നഖത്തെ വിശദീകരിക്കുന്നത് അദ്ഫാറും മിൻ നുഹാസ് എന്ന, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ നഖം എന്നാണ്. എന്തല്ല, നമ്മൾ ഈ കാണുന്ന നഖമല്ല എന്നാണ്. നമുക്ക് ഈ നഖം കൊണ്ട് തന്നെ എന്തെങ്കിലും നല്ല മൂർച്ചയുള്ളതാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരം നമ്മളൊരു ഉറക്കെ മാന്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? നല്ല വേദന ഉണ്ടാകും. ഇവിടെ പറയുന്നത് നുഹാസ് കൊണ്ടാണെന്നാണ്, ചെമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട നഖം. യഹ്മുശൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖവും അവരുടെ ഹൃദയവും എന്ത് ചെയ്യണം? ആ ചെമ്പ് കൊണ്ടുള്ള നഖം കൊണ്ട് അവർ കീറുകയാണ് എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടി ചോദിച്ചു, മൻ ഹഉലാഇ യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീൽ, ആരാണവർ? അവർ ചെയ്ത തിന്മ എന്താണ്? ആ സമയത്ത് പറയുകയാണ്, ഹഉലാഹി അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫി അഅറാദിഹിം, അവർ ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചവരാണ് എന്ന്. അതായത് ജനങ്ങളെ കുറിച്ച് സംസാരിക്കുക, അവരുടെ പോരായ്മകൾ എടുത്തു പറയുക, അങ്ങനെ ചെയ്ത ആളുകളാണ് ആ ശിക്ഷക്ക് അർഹരായി തീർന്നിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് പറയുന്നത് വയഖഊന ഫി അഅറാദിഹിം, അവരുടെ അഭിമാനം, ആ അഭിമാനത്തിന് കോട്ടം തട്ടിച്ച ആളുകളാണ് ഈ പറയുന്ന ശിക്ഷക്ക് അർഹമായിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര കണ്ട് നമ്മുടെ സംസാരം കുറയുന്നുവോ അത്ര കണ്ട് തിന്മകൾ എന്ത് ചെയ്യും? നമുക്ക് കുറഞ്ഞു കിട്ടും. എന്നാൽ എത്ര കണ്ട് സംസാരം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് തെറ്റുകൾ വർദ്ധിക്കും.
തിന്മകൾ വർദ്ധിക്കും, എല്ലാത്തിനും സാധ്യത ഉണ്ട് എന്നാണ്. സലഫുകളുടെ സംസാരത്തെക്കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ സുബഹി ആയി കഴിഞ്ഞാൽ, സുബഹി നിസ്കാരവും കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരാളോട് പോലും സലഫുകൾ സംസാരിക്കുകയില്ല എന്നാണ്. അവരെന്ത് ചെയ്യും? അള്ളാഹുവിന്റെ ദിക്റിലായി കഴിച്ചു കൂട്ടാറായിരുന്നു പതിവ് എന്നാണ്. ആ സമയം എന്നത്, അതായത് ഒരാളുടെ ജീവിതത്തിന്റെ, ഒരാളുടെ ഒരു ദിവസത്തിന്റെ തുടക്കമാണ് ആ സമയം. ആ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം? അവർ ആരംഭിക്കുന്നത് തന്നെ അവരുടെ നാവിനെ സംരക്ഷിച്ചുകൊണ്ടാണ് എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, ഫലിയഖുൽ ഖൈറൻ, നിങ്ങൾ എന്ത് ചെയ്തോ? നല്ലത് മാത്രം പറഞ്ഞോ എന്ന്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, മൻ സമത, ആരെങ്കിലും മിണ്ടാണ്ടെന്ന് കഴിഞ്ഞാൽ അവൻ വിജയിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങൾ, ആ സംസാരം മൂലം തൗഹീദ് ഉള്ളവനാണെങ്കിലും ശരി, അവൻ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൗഹീദ് ഉണ്ടായിരിക്കെ തന്നെ, തൗഹീദ് ഉണ്ട്, എന്നാൽ അള്ളാഹു ചില ആളുകൾക്ക് എന്ത് ചെയ്യും? അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അവരെങ്ങനെയുള്ള ആളുകളാണ്? ഒന്നാമത്തെ വിഭാഗം ആളുകൾ, ലാ തഖഉ മിൻഹുൽ മആസി ഇല്ലാ അലാ നുദ്റ, എപ്പോഴെങ്കിലും മാത്രമേ അവരുടെ ജീവിതത്തിൽ തിന്മ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എങ്ങനെയുള്ള തിന്മയായിരിക്കും? ചെറിയ പാപങ്ങളായിരിക്കും. ചെറിയ പാപങ്ങൾ എന്തുമൂലം പുറത്തു കിട്ടും? വൻപാപം ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ ചെറുപാപങ്ങളും എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് തൗഹീദ് ഉണ്ട് എന്നതുകൊണ്ട് എന്ത് ചെയ്യും? അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, അവരുടെ തിന്മകൾ പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തേത്, വലിയ വലിയ പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, എന്നാൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ തൗബയിലേക്ക് മടങ്ങും, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അവർക്കും എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. മൂന്നാമത്തെ വിഭാഗം ആളുകൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും കേട്ട് പരിചയമില്ലാത്തൊരു വിഷയമായിരിക്കും. ഇൻ അതാ ബിഹാദിഹി ദുനൂബിൽ അദീമ വലാകിന്നഹു യുവഫഖു ഇലാ തജ്ദീദി തൗഹീദ് വതജ്ദീദി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ ഖൽബിഹി. അവന്റെ തൗഹീദ് എന്ത് ചെയ്യും? അവൻ തജ്ദീദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്, പുതുക്കിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അവൻ തൗബ ചെയ്തിട്ടുണ്ടാവുകയില്ല, എന്നാ അവന്റെ തൗഹീദിനെ അവൻ പുതുക്കും. ആ തൗഹീദിനെ പുതുക്കുന്നത് മൂലം എന്ത് ചെയ്യും? അവന്റെ തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന, അവന്റെ തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കും. ആ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൗബയെക്കാളും വലുതാണെന്ത്? തൗഹീദ് എന്നാണ് പറഞ്ഞു വന്നത്. പക്ഷെ എന്ത് ചെയ്യണം? ആ തൗഹീദ് പുതുക്കണം. ജീവിതത്തിൽ ചില സന്ദർഭത്തിൽ അള്ളാഹുവെ അല്ലാത്ത പ്രതീക്ഷിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. എന്നാൽ ഞാൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി പിന്നെ ജീവിതത്തിൽ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് എന്ത് ചെയ്യണം? ജീവിക്കണം. അള്ളാഹുവെ അല്ലാത്ത തവക്കുൽ ചെയ്ത് നമ്മൾ അറിയാതെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മുടെ അവലംബം പോയിട്ടുണ്ടാകും. അതിൽ നിന്ന് മാറ്റിയെടുത്ത് വീണ്ടും എന്ത് ചെയ്യണം? തവക്കുൽ പുതുക്കി പണയണം. അള്ളാഹുവിനെ പേടിക്കുന്ന അവസ്ഥ ഉണ്ടാകണം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ തൗഹീദ് എന്ത് ചെയ്യണം? നിരന്തരം പുതുക്കി കഴിഞ്ഞാൽ തൗബയെക്കാളും വലിയ തിന്മകളെ മായ്ച്ചു കളയുന്ന സൽക്കർമ്മമാണെന്ത്? തൗഹീദ് എന്നാണ്. അതാണ് ഈ ഹദീസിൽ എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞത്. അതായത് ഒരുപാട് തിന്മകളുമായി ആരെ കണ്ടുമുട്ടുന്നു? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു. എന്നാൽ അതേ സമയത്ത് അവൻ എന്ത് ചെയ്തിരുന്നു? അവന്റെ തൗഹീദിനെ പുതുക്കിക്കൊണ്ടേയിരുന്നിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ തൗഹീദാണ് എന്ത് ചെയ്യുന്നത്? അവന്റെ എല്ലാ തിന്മകളെയും നന്മകളാക്കി എന്ത് ചെയ്യാണ്? മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, തൗഹീദ് എന്ന് പറയുമ്പോൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഉള്ളതാണ് തൗഹീദ്. എന്നാൽ ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിൽ പല രൂപത്തിലായിരിക്കും തൗഹീദ് എന്നാണ്. എല്ലാ ആളുകളുടെയും ഹൃദയത്തിൽ ഒരുപോലെയല്ല തൗഹീദ് ഉണ്ടാവുക. അതായത് ഒരു ശരീരത്തിന് റൂഹ് എങ്ങനെയാണോ അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ ശരീരത്തിന് റൂഹ് എന്തൊരു പണിയാണോ ചെയ്യുന്നത് അതുപോലെ പ്രധാനമാണ് തൗഹീദ് എന്നത്. അതുകൊണ്ട് തന്നെ മിനന്നാസി മൻ തകൂനു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ നഫ്സിഹി മയ്യിത. ചില ആളുകളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചു കിടക്കുകയായിരിക്കും. അവരുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകും, പക്ഷെ എന്തുണ്ടാവില്ല? അതിന് ജീവൻ ഉണ്ടാവുകയില്ല എന്ന്. എന്നാൽ ചില ആളുകളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് രോഗം ബാധിച്ചിട്ടുണ്ടാവും, മരീള. ചില ആളുകളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറങ്ങുകയായിരിക്കും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കണില്ല. എന്നാൽ അതേ സമയത്ത് ആ തൗഹീദ് കൊണ്ട് എന്തില്ല? ഓൻക്ക് അതിന്റെ ആസ്വാദനമോ അതിന്റെ രുചിയോ അതിന്റെ പ്രതിഫലനമോ ജീവിതത്തിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് മുതയഖിള,
നല്ല ഉണർവിലാണ് എന്ത് ചെയ്യുന്നത്, അവന്റെ തൗഹീദ് നിലകൊള്ളുന്നത് എന്ന്. അത്തരം ആളുകളോട് സംസാരിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈമാനിന് ഒരു വർധനവുണ്ടാകുന്ന. അങ്ങനെ എന്ത് ചെയ്യണം, തൗഹീദ് ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നാണ്. ഓന് തൗഹീദിനെ ഇല്ലാതാക്കി കളയുന്ന എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കണം. തൗഹീദിന്റെ ഷർത്തുകൾ പാലിക്കണം, തൗഹീദിന്റെ വാജിബുകൾ പാലിക്കണം. ഇങ്ങനെയൊക്കെ പാലിക്കുന്ന ആളുകൾക്കാണ് എന്തുള്ളത്, അവന്റെ പാപം പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, തൗഹീദ് ഉണ്ടായാൽ മാത്രം പോരാ, മറിച്ച് അത് എവിടേക്കെത്തണം, തഹ്ഖീഖിലേക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. തഹ്ഖീഖിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാത്കരിക്കണം. ഇത് എന്താ ഈ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പൂർണ്ണമായി വിശദീകരിക്കുക. ഒരാൾ തൗഹീദ് സാക്ഷാത്കരിച്ചു എന്ന് പറയണമെങ്കിൽ അവന്റെ ജീവിതം എപ്രകാരമാകണം, അവരെന്തൊക്കെ പാലിക്കണം, അവരെന്തൊക്കെ ഒഴിവാക്കണം, അതൊക്കെ പാലിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥ മുവഹിദായി മാറുക. അവൻ ക്വാളിറ്റിയുള്ള 100ൽ 100 മുവഹിദ് എന്ന് പറയണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം, തഹ്ഖീഖ് ചെയ്യണം എന്നാണ്. അതും കൂടി പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ബോധ്യപ്പെടും നമ്മൾ എവിടെ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നത് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, നമുക്ക് പൂർണ്ണമായി പറയുന്ന എനിക്കടക്കം എന്ത് ചെയ്യും, ബോധ്യപ്പെടും എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. തുടങ്ങി ഒരു 20-30% എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും തോന്നും. അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യൂല, പോകൂല ഇൻഷാ അല്ലാഹ്. അത്രയും പണിയാണെന്ത്, തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇത്രയും പ്രതിഫലമുണ്ട്, ഇത്രയും സമാധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമുക്ക് ഇപ്പോൾ ഉള്ള തൗഹീദ് കൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇനിയും തൗഹീദ് വർദ്ധിച്ചാലോ? അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്, ഇന്ന ഫിദ് ദുനിയാ ജന്ന, ദുനിയാവിൽ എന്തുണ്ട്, ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗമാണ് തൗഹീദ് എന്ന് പറയാൻ കാരണം. അത്രയും ആസ്വാദനമായിരിക്കും അവന്റെ തൗഹീദിലൂടെ ലഭിക്കുക എന്ന. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഹദീസിൽ, നമ്മൾ ഇപ്പൊ പറഞ്ഞ ഹദീസിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഫവായിദുകൾ, ഉപകാരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇൽമു ശഅനി തൗഹീദ്, തൗഹീദിന്റെ പ്രാധാന്യമാണ് ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്നത്. രണ്ടാമത്തേത് സിഫത്തുൽ കലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണെന്ത്, അള്ളാഹുവിന്റെ സംസാരം എന്നത്. ചില ആളുകൾ എന്ത് ചെയ്തു, അള്ളാഹിന്റെ സംസാരത്തെ നിഷേധിച്ച ആളുകളുണ്ട്, അത് മഖ്ലൂഖാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മൂന്നാമത്തേത് ഇസ്ബാത്തുൽ ബഅസി വൻ നുശൂർ, പരലോകമുണ്ട് എന്നത് സത്യമാണ്. ഇവിടെ എന്താ പറയുന്നത്, നീ എന്നെ കണ്ടുമുട്ടുമ്പോൾ എന്നാണ്. അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത് സത്യമാണ്, പരലോകം എന്നത് സത്യമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. നാലാമത്തേത് അർറദ്ദു അലൽ ഖവാരിജ്, ഖവാരിജുകൾക്കുള്ള മറുപടി ഈ ഹദീസിലുണ്ട് എന്നാണ്. ഖവാരിജുകൾ പറഞ്ഞത് വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, എത്ര വലിയ പാപം ചെയ്തിട്ടാണ്, അതായത് ശിർക്കല്ലാത്ത ഏത് വൻപാപം ചെയ്താലും ശരി, എന്നിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ പോലും ഞാൻ നിനക്ക് എന്ത് ചെയ്യും, പുറത്തു തരും എന്നാണ് പറയുന്നത്. അപ്പൊ ഖവാരിജുകൾക്കുള്ള മറുപടിയും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ മുഅ്തസിലത്തിനുമുള്ള മറുപടിയും ഈ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ബാബുമായി ബന്ധപ്പെട്ട അവസാനത്തെ വിഷയം, ഈ ബാബിൽ, ഈ അധ്യായത്തിൽ 20ഓളം മസ്അലകൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. 20ഓളം മസ്അലകൾ ഈ അധ്യായത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അതിൽ ഒന്നാമത്തേതാണ് സിഅതു ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ല് അത് വിശാലമാണ് എന്ന്. കാരണം എന്താ, അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ, അല്ലാഹു ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അവന്റെ അമല് മൂലമാണോ? അല്ല, അവന്റെ അമല് മൂലമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടാണ് എന്ന്. ആ സമയത്താണ് സ്വഹാബാക്കൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചത്, അല്ല റസൂലേ താങ്കളോ? ആ സമയത്ത് പറഞ്ഞു, വല അന, ഞാനുമല്ല, എല്ലാ ആളുകളും അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടാണ് എന്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഫദ്ല് അത് അതിവിശാലമാണ് എന്നാണ്. രണ്ടാമത്തെ ഫായിദ, തഅമ്മലിൽ ഖംസ ഫി ഹദീസി ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന 5 കാര്യങ്ങൾ. അതായത് ആദ്യത്തെ 2 ഷഹാദത്ത് നമ്മൾ എന്ത് ചെയ്യണം, സാക്ഷാത്കരിക്കണം, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം. മൂന്നാമത്തെ വിഷയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കണം. നാലാമത്തേത് അൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗമെന്നത് സത്യമാണ്. അന്നന്നാറ ഹഖ്കുൻ, നരകമെന്നതും സത്യമാണ്. അടുത്ത ഫായിദ, അത്തൻബീഹു ലിശ്ശർത്തി അല്ലദീ ഫീ ഹദീസി ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞ ഒരു ഷർത്ത്, വഹുവ അൻ യബ്തഗിയ ബിഖൗലിഹാ വജ്ഹല്ലാഹ് വലാ യക്ഫി മുജറദൽ ഖൗൽ ലിഅന്ന അൽ മുനാഫിഖീന കാനൂ യഖൂലൂനഹാ വലം തൻഫഉഹും.
നമ്മൾ എന്ത് പറയുമ്പോഴും അതിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ ആരുടെ തൃപ്തി നമ്മൾ കാംക്ഷിക്കണം? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തി നമ്മൾ കാംക്ഷിക്കണം എന്നാണ്. ജീവിതം മുഴുവനും ഒരാൾക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും? ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. എന്തിലൂടെ? നിയ്യത്തിലൂടെ എന്നാണ്. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? നിയ്യത്താണ്. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിയ്യത്താണ്. അതുകൊണ്ടാണ് സലഫുകളൊക്കെ പറയാനുള്ള കാരണം നിയ്യത്തിനോളം ഞാൻ ഒരു വിഷയത്തിൽ പണിയെടുത്തിട്ടില്ല എന്ന്. അത്രയും പ്രയാസമാണ് നിയ്യത്തിനെ നന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിയ്യത്ത് എന്ത് ചെയ്യും? ഉടനടി മാറിക്കൊണ്ടേയിരിക്കും. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്തുള്ള നിയ്യത്തായിരിക്കില്ല, ക്ലാസ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിയ്യത്ത് ഇങ്ങനെ എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇബാദത്ത് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ നമ്മോട് തന്നെ ഒരു 2-3 ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ്. എന്തിനു വേണ്ടി ഞാനിത് ചെയ്യുന്നു? ആർക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നു? ഞാനിത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്ത് എന്നാലോചിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മളൊരു ഇബാദത്ത് ചെയ്യേണ്ടത്. ഒരു ഇബാദത്ത് തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ നിയ്യത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെയാണ് ഉലമാക്കൾ പറഞ്ഞു വെച്ചത്, അന്ന ആദാതി അഹ്ലിൽ യഖ്ലതി ഇബാദത്തുൻ. നല്ല ഉണർവുള്ള ആളുകൾ അവരുടെ ആദത്തുകൾ പോലും, അവർ ചെയ്യുന്ന സാധാരണ മനുഷ്യന്മാരെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ ആ പ്രവർത്തനങ്ങൾ പോലും ഇബാദത്താണ് എന്ന്. എന്തുകൊണ്ടാണ്? അവർ എന്ത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് തട്ടിച്ചുകൊണ്ടാണ് ചെയ്യുക. ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ഈ ഉറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് രാവിലെ എഴുന്നേറ്റ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം, രാത്രി നമസ്കരിക്കാൻ സാധിക്കണം എന്നിങ്ങനെയുള്ള നിയ്യത്ത് കൊണ്ടായിരിക്കും അവർ ഉറങ്ങുക എന്ന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ എന്ത് ചെയ്യും? അവർ നിയ്യത്ത് കരുതും. അതുകൊണ്ട് തന്നെ നിയ്യത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും നല്ല നിയ്യത്തുകളാണ് എപ്പോഴും കരുതേണ്ടത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നത്, യാ ബുനയ്യ ഇൻവി, ഓ പൊന്നുമോനെ നീ എന്തേ നല്ല നിയ്യത്ത് കരുത്. നീ നല്ല നിയ്യത്ത് കരുതുന്നിടത്തോളം കാലം എന്തായിരിക്കും? നീ നന്മയിലായിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അടുത്ത ഒരു ഫായിദ, കൗനുൽ അംബിയാ യഹ്താജൂന ലിത്തൻബീഹി അലാ ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു ദിക്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു കൊടുക്കുന്ന മറുപടി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നാണ് പറഞ്ഞത്. ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചത്, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ. നിന്റെ എല്ലാ അടിമകളും ഇത് പറയുന്നുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും പ്രത്യേകമായ ദിക്ർ വേണം എന്ന് പറയാൻ. അതാണ് പറയുന്നത്, അമ്പിയാക്കൾക്ക് പോലും എന്തിന്റെ ആവശ്യമുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണർത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ആ ഹദീസിൽ നിന്ന് കിട്ടുന്ന തെളിവാണ്. അടുത്ത ഒരു ഫായിദ, അന്നസ്സു അലാ അന്നൽ അർദീന സബ്ഉൻ കസ്സമാവാത്. 7 ആകാശങ്ങളാണുള്ളത്. അതേപോലെ എത്ര ഭൂമിയുണ്ട്? 7 ഭൂമിയുമുണ്ട്. തെളിവ് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ്. ആയത്തിൽ എന്ത് ചെയ്തിട്ടില്ല? പ്രകടമായി ഒരായത്തിലും 7 ഭൂമിയാണുള്ളത് എന്ന് വന്നിട്ടില്ല. എന്നാൽ ചെറിയ രൂപത്തിൽ, സാമ്യതയുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുന്ന. അല്ലാഹുവാണ് 7 ആകാശങ്ങൾ സൃഷ്ടിച്ചത്, ഭൂമിയിൽ നിന്നും അതുപോലെയുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഭൂമിയിൽ നിന്നും അതുപോലെ ഉള്ളത് എന്ന് പറയുമ്പോൾ എന്തായാലും രൂപത്തിലല്ല. രൂപത്തിൽ ആകാശം ഭൂമിയും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ എന്തിനെ സാധ്യത ഉള്ളൂ? എണ്ണത്തിനെ സാധ്യതയുള്ളൂ. അപ്പൊ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്ത ഒരു ഫായിദ എന്നത് ഇസ്ബാത്തു സിഫാതി ഖിലാഫൻ ലിൽ അശ്അരിയ്യ. സിഫത്തുകളെ സ്ഥിരപ്പെടുത്തുക. അള്ളാഹുവിന് എന്തുണ്ട്? വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതും ഈ പറയുന്ന നമ്മൾ ഈ അടുത്ത അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് മഅരിഫത്തു ഇഖ്തിസാസി ഈസാ ബികൗനിഹി കലിമത്തുല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കലിമത്താണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ആരാണ് കലിമത്ത് എന്ന് പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ കലിമത്താണ് എന്ന് പറഞ്ഞു. അതെന്തായിരിക്കും കാരണം? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മാത്രം പ്രത്യേകമായി പറയാനുള്ള കാരണം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെടുന്നത് ആരില്ലാതെയാണ്? പിതാവില്ലാതെയാണ്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ പിതാവുണ്ട്. പിതാവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. അപ്പൊ പിതാവില്ലാതെയുള്ള ജനനം എന്നതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അള്ളാഹുവിന്റെ കെലിമത്ത് എന്ന് പറയാൻ കാരണം. അള്ളാഹുവിന്റെ കെലിമത്ത്, അള്ളാഹുവിന്റെ കെലിമത്ത് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ആ കെലിമത്തല്ല ഉദ്ദേശം. കുൻ എന്ന വാക്ക് പറഞ്ഞു, അപ്പം എന്ത് ചെയ്തു? ഉണ്ടായി എന്നതാണ് ഉദ്ദേശം.
അതോടൊപ്പം തന്നെ റൂഹ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്, വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരിൽ നിന്നുള്ള റൂഹ്? അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്നാണ്. അതിന്റെ ഉദ്ദേശം എന്തല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു റൂഹ് ഊതി കൊടുത്തു എന്നല്ല, മറിച്ച് അള്ളാഹു എന്ത് ചെയ്തു, റൂഹ് സൃഷ്ടിച്ചു. ഏതുപോലെ അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു ആണ് ഉദ്ദേശം? അല്ല. അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കിയ വീട്. അപ്പൊ അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നിർമ്മിച്ച റൂഹ് എന്നാണ് ഉദ്ദേശം. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ലഭിക്കും? ഇളാഫത്തു തശ്രീഫ്, അതിനൊരു ബഹുമാനം ലഭിക്കുന്ന. അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത ഒരു ഫായിദ എന്നത് മഅരിഫത്തു ഖൗലിഹി അലാ മാ കാന മിനൽ അമൽ. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എന്താണ് മാനദണ്ഡം? അലാ മാ കാന മിനൽ അമൽ, അവന്റെ അമൽ അനുസൃതമായിട്ടാണ് എന്നാണ്. ഇവിടെയാണ് ഒരുപാട് ബിദഈ കക്ഷികൾക്കുള്ള മറുപടി. ചില ആളുകളൊക്കെ പറയുന്നത് എന്ത് വേണ്ട, അമലൊന്നും വേണ്ട, ഈമാൻ മാത്രം മതി എന്ന് പറയുന്ന പഴിച്ചുപോയ വിഭാഗങ്ങളുണ്ട്. അതിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയോ എന്ന് അറിയില്ല, ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സംവാദം പോലും നടന്നിട്ടുണ്ട്. ചർച്ച എന്താ? ഈമാനുണ്ട്, അമല് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ചർച്ച. അത് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ച് എന്ത് ചെയ്യാണ്, ചർച്ച ചെയ്യാൻ. വളരെ കൃത്യമാണ്, അമൽ എന്ത് ചെയ്യണം, വേണം എന്നത് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കേണ്ടതാണെന്ത്? സൽക്കർമ്മങ്ങൾ. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈമാൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരാണ് നാവ് കൊണ്ട് എന്ത് ചെയ്യണം, പറയണം. ഹൃദയം കൊണ്ട് അത് ഉൾക്കൊള്ളണം. നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. ആരും പറഞ്ഞിട്ടുണ്ട്, മുനാഫിഖീങ്ങളും പറഞ്ഞിട്ടുണ്ട്. മറിച്ച് എന്ത് ചെയ്യണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകണം. അത് അമലായിട്ട് എന്ത് ചെയ്യണം, പുറത്തു വരണം എന്നാണ്. ഇതാണ് ഈമാൻ. എന്നിട്ട് അവസാനം പറയുന്നത് യസീദു ബിത്വാഅ വയൻഖുസു ബിൽ ഇസ്യാൻ. നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ ഈമാനിൽ കുറവ് സംഭവിക്കും. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അമല് ചെയ്തു കഴിഞ്ഞാൽ അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിൽ പെട്ടതാണ് അമല് എന്ന് വിശ്വസിക്കൽ അഹ്ലുസുന്നയുടെ വിശ്വാസം. പറഞ്ഞു വന്നത് ഈമാനിന്റെ ഭാഗമാണ് അമലുകൾ എന്നാണ് വിശദീകരിച്ചത്. ഇനി അടുത്തത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫായിദ മഅരിഫത്തു ദിക്രിൽ വജ്ഹ്. അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് സ്ഥിരപ്പെടുത്തൽ എന്തുണ്ട്, ഈ ഹദീസിലുണ്ട് എന്നും കൂടി നമുക്ക് ലഭിക്കും. അപ്പൊ അൽഹംദുലില്ലാ, ഇതോടുകൂടി 2 ബാബുകളാണ് കിതാബു തൗഹീദിന്റെ 2 ബാബുകൾ അവസാനിച്ചു. അപ്പൊ അവിടെ ഈ 2 ബാബുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ ഒരുപാട് സംശയമുള്ള മേഖലകൾ, ഒരുപാട് ബിദ്അത്തിന്റെ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കി വെക്കണം. പ്രത്യേകിച്ചും നമ്മുടെ കയ്യിൽ നോട്ടും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും രേഖപ്പെടുത്തുന്ന ഒരു പ്രവണത കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3-ാമത്തെ ബാബ് തൗഹീദിന്റെ തഹ്ഖീഖ് തൗഹീദ്. ഒരാൾ തൗഹീദ് സാക്ഷാത്കരിച്ചു, തൗഹീദിന്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്തി എന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചില അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദ്യം മുതൽ ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ബാക്കി നമുക്ക് കുറച്ച് സമയമുണ്ട്. കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദ്യം ചോദിക്കുകയാണ്. ഇതുവരെ എടുത്തതിൽ നിന്ന് എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാലോ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത്, സഹാബാക്കൾ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സഹാബാക്കൾ പേടിച്ചു. റബ്ബേ, ഈ ആയത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമല്ലോ. നഫ്സിനോട് അക്രമം ചെയ്യാത്തവരാരാ ഉള്ളത്? എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, നഫ്സിനോട് അക്രമം ചെയ്തിട്ടുണ്ട്. മനുഷ്യന്മാരാണ്, തിന്മകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സഹാബാക്കൾ പേടിക്കുന്ന ഒരായത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ ആയത്ത്? നമ്മൾ പലപ്പോഴായി കേട്ട ആയത്താണ്. ആ ആയത്തിലാണ് പറയുന്നത് തൗഹീദുള്ള ആളുകൾക്ക് നിർഭയത്വമുണ്ട്, അവർക്ക് ഹിദായത്തുണ്ട്. സമ്മാന കമ്മിറ്റിക്കാർ തരോട്ടോ ഇൻഷാ അല്ലാഹ്. അലൈസ മിൻകും റജുലുൻ റഷീദ്.
സമ്മാനം എനിക്ക് തരേണ്ടി വരും. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ദുൽമ വന്നിട്ടില്ല, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്ക് മാത്രമാണ് നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവർക്കാണ് ഹിദായത്തുള്ളത്. അടുത്ത ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലക്ക് എത്ര ഷർത്തുകളുണ്ട് എന്നതാണ്. ലാ ഇലാഹക്ക് ഷർത്തുണ്ടോ? ആദ്യം നമുക്ക് തീരുമാനാക്കാം. ഷർത്തുണ്ട്, ഇനി എത്രയാണുള്ളതെന്നാണ്. എണ്ണം പറയാം, എങ്ങാനും ശരിയായാലോ. 6. ചില ആൾക്കാർ പറയണില്ല, ഞാൻ പറഞ്ഞതാണെന്ന് കേൾക്കണ്ടല്ലോ. ഒരു തമാശ രൂപേണ പറയാറുണ്ട്, ഒരു ഷെയ്ഖ് ക്ലാസ് എടുക്കുകയാണല്ലോ, ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിഷയം ബഹുഭാര്യത്താണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിലുണ്ട് താനും. അപ്പൊ അദ്ദേഹം എങ്ങനെ ഇത് പറയണമെങ്കിൽ അപ്പുറത്തെ ആളും ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ, നിങ്ങൾ എന്ത് ചെയ്യാ, സാധിക്കുന്ന അത്ര നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു എന്നാണ്. അദ്ദേഹം നേരിട്ട് എന്ത് ചെയ്തില്ല, ആ സംഭവം വായ കൊണ്ട് പറഞ്ഞില്ല എന്നാണ്. അപ്പൊ 6 ഒരാൾ പറഞ്ഞു, അടുത്ത ആള് 4. പ്ലാനിട്ട് പറഞ്ഞാളി, എങ്ങനെയെങ്കിലും ചിലപ്പോൾ ശരിയാവും. അപ്പൊ 7 ഷർത്തുകളുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലക്ക് 7 ഷർത്തുകളുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. അൽ ഇൽമു, 1 ഇൽമാണ്, 2 യഖീനാണ്, 3 ഇഖ്ലാസ്, 4 സിദ്ഖ്, 5 മഹബ്ബത്ത്, 6 ഇൻഖിയാദ്, 7 ഖബൂൽ. ഈ 7 ഷർത്തുകളാണ് ലാ ഇലാഹ ഇല്ലല്ലക്ക് ഉള്ളത്. ഇനി അടുത്തത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കലാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ളത് 4 കാര്യങ്ങളാണ്, 4 ദിക്റുകളാണ് എന്ന് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 4 ദിക്റുകൾ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. അഹബ്ബുൽ കലാമി ഇലല്ലാഹി 4. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കലാം. മാഷാ അല്ലാഹ്, അതെല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തത്, നമ്മളിപ്പോ എടുക്കുന്ന പുസ്തകത്തിന്റെ പൂർണ്ണനാമം. കിതാബ് തൗഹീദ് എന്നുള്ളത് ഷോർട്ട് വേർഡാണ്. ആർക്കെങ്കിലും അറിയോ? പറഞ്ഞിരുന്നു, ഫസ്റ്റത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. നല്ല പ്രശ്നമുണ്ട്, അത് മാത്രമേ പ്രശ്നമുള്ളൂ. കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ്. കിതാബു തൗഹീദ്, തൗഹീദിന്റെ കിതാബ്. അല്ലദീ, എങ്ങനെയുള്ള, ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ്, അടിമകളുടെ മേൽ നിർബന്ധമായും അള്ളാഹുവിന് കൊടുക്കേണ്ടതായ തൗഹീദിന്റെ കിതാബ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പൂർണ്ണനാമം. രചിച്ച ആളുടെ പേര് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹമാണ് ഈ പുസ്തകം രചിച്ചത്. അതായത് നമ്മൾ എഴുതാന്നുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വേണം. ഞാനത് ആവർത്തിച്ച് പറയാതിരിക്കാനുള്ള കാരണം, ഇനി അത് പറഞ്ഞിട്ട് ഇനി കുറയാണെങ്കിൽ എന്ത് ചെയ്യണ്ട, ഇനി കുറയണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടോളി എന്ന ഒരു ഇതിനു വേണ്ടിയിട്ടാണ് അത് നമ്മൾ ആവർത്തിച്ച് പറയാതിരിക്കുന്നത്. കാരണം അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണ്ട, ആളുകൾ കുറയണ്ട. ഇനി അങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ, ആ ഫضലെടുത്ത് പോയാൽ മതി. ഇരിക്കാതിരിക്കുന്നതിനേക്കാളും എഴുതാതിരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ ഇരിക്കാന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എത്തണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആവർത്തിച്ച് നിർബന്ധിപ്പിച്ചത് പറയാതിരിക്കാനുള്ള കാരണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഒരു സദസ്സിലേക്ക് വന്നപ്പോൾ ഇമാം ബുഖാരി പേനയും ബുക്കൊന്നും ഇല്ലാതെ വന്നിരുന്നു എന്നാണ്.
അന്നാണെങ്കിൽ ഹദീസ് എഴുതുന്ന കാലാണ്. ഹദീസ് എഴുതുമ്പോൾ സനദ് അടക്കം എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓരോ വ്യക്തികളുടെ പേര് എഴുതണം. ഓരോ വ്യക്തികളുടെ പേര് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടുംബത്തിൽ എല്ലാ ആളുകളുടെയും പേര് നമുക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിക്കും, ഇവന്റെ പേരെന്താ, ഇവന് ഇപ്പൊ ജനിച്ചതുപോലെ എന്ത് ചെയ്യും നമുക്ക് തോന്നിപ്പോകും. പേര് ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഒന്ന് നമ്മൾ അകന്നു. അപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ള ഒന്നും എഴുതാതെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തിരിക്കുന്ന ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ദേഷ്യം പിടിപ്പിച്ചു എന്നാണ്. കാരണം ഒന്നും എഴുതണില്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എഴുതുകയാണ്. ആ സമയത്ത് ഇമാം ബുഖാരി റഹ്മത്തുള്ള ക്ലാസ് കഴിഞ്ഞു, ദർസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇമാം ബുഖാരിയോട് ഹദീസിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഇമാം ബുഖാരി എന്ത് ചെയ്തു, വെള്ളം പോലെ പറഞ്ഞു കൊടുത്തു എന്നാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതൻ പറഞ്ഞു, നീ എന്ത് ചെയ്യും, ഇനി വരാനിരിക്കുന്ന ഹദീസിന്റെ വിഷയത്തിൽ ഉന്നതനായ ഒരു പണ്ഡിതനായി മാറുമെന്ന് അദ്ദേഹത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇമാം ബുഖാരി റഹ്മത്തുള്ള എഴുതാതിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? അദ്ദേഹത്തിന് അത്രയും ഖുവ്വത്തുൽ ഹിഫ്ളാണ്, അത്രയും മനപ്പാട കഴിവുണ്ടായിരുന്നു എന്നാണ്. അതായത് ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനപ്പാടാക്കേണ്ടതാണ്. നമ്മൾ ആയത്തും ഹദീസും ഒക്കെ എന്ത് ചെയ്യണം, മനപ്പാടാക്കുന്ന വേണം. അങ്ങനെ മനപ്പാടമാക്കി ബാക്കിയാകുന്നത് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മനസ്സിൽ ബാക്കിയാവുള്ളൂ എന്നാണ്. ഒരു പണ്ഡിതന്റെ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്തു, കള്ളന്മാര് മോഷ്ടിച്ചോണ്ട് പോയി എന്നാണ്. അദ്ദേഹം പറഞ്ഞു അത്രേ, എന്റെ ഇൽമ് എന്റെ ഹൃദയത്തിലാണ്, നിങ്ങൾ എന്ത് മോഷ്ടിച്ചു കഴിഞ്ഞാലും എന്തുണ്ട്, എന്റെ ഇൽമ് എന്റെ അടുക്കലാണുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇതിലുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ എഴുതരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അല്ല എങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായും എഴുതുന്ന ഒരു രീതി കാണണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ പരിശ്രമിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യാ, ശീലിച്ച് ഏത് ക്ലാസ്സിന് പോകുമ്പോഴും എന്ത് ചെയ്യാ, നമ്മളൊരു നോട്ട് എടുത്ത് ഒരു പെന്നും കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥിയായിട്ട് എന്ത് ചെയ്യാ, കേട്ടിരുന്ന് എഴുതുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ഇനി അത് പ്രയാസമുള്ള ആളുകൾ അടുത്താഴ്ച വരാതിരിക്കണ്ട, ഇവിടെ വന്നിരുന്നോ നമ്മളൊന്നും പറയില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ഒരു ശീലം പണ്ട് മുതലേ സലഫുകൾക്കുള്ള ഒരു ശീലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പഠിക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ആത്മാർത്ഥമായി അറിവിന്റെ വീതിയിൽ ഇനിയും ഒരുപാട് പഠിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. തൗഹീദ് സാക്ഷാത്കരിച്ചുകൊണ്ട് മരണപ്പെടാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.